കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി നടക്കുന്ന ചർച്ചകൾ പ്രധാനമായി നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുണ്ടാവും. കെ-റീപ്പ് എന്ന് പറയുന്ന പുതിയൊരു സംവിധാനം, നമ്മൾ കെ-റെയിൽ പോലെ അതുപോലെ മറ്റ് കെ വെച്ച് തുടങ്ങിയിട്ടുള്ള ഫോണൊക്കെയുള്ള ഡിഫറെൻറ്റ് പേരുകൾ നമ്മുടെ മുമ്പിലുണ്ട്. പദ്ധതികളിലൊന്നും പുതുതായൊന്നും നമുക്ക് കാണാൻ സാധിക്കില്ല, പക്ഷേ പുതിയ പേരുകൾ വരും. അങ്ങനെ ഒന്നാണ് കെ-റീപ്പ്. നമുക്കൊക്കെ അറിയുന്നതാണ്, നമ്മളൊക്കെ മനസ്സിലാക്കിയതാണ്. കെ എന്നാൽ കാരണഭൂതനാണല്ലോ. കാരണഭൂതൻ്റെ റീപ്പിംഗ് പരിപാടിയാണ്, കൊയ്ത്താണ്, കാരണഭൂതൻ്റെ കൊയ്ത്താണ് നടക്കാൻ പോകുന്നത് എന്ന് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു പുതിയ മൂവ്മെൻ്റാണ് കെ-റീപ്പ് പദ്ധതി എന്ന് പറയുന്നത്. കെ-റീപ്പ് എന്നത് കേരളത്തിലെ വ്യത്യസ്ത യൂണിവേഴ്സിറ്റികളിലെ അവരുടെ എല്ലാ പദ്ധതികളും, ഓൺലൈൻ പദ്ധതികളും ഒരു കുടക്കീയിൽ എഡ്യൂക്കേഷൻ പദ്ധതികളും ഒരു കുടക്കീയിൽ കൊണ്ടുവരണം എന്ന ആശയം പറഞ്ഞു കൊണ്ടുവന്ന ഒരു പദ്ധതിയാണ്. ആ പദ്ധതിയിലാണ് പുതിയൊരു അഴിമതിയുടെ ചിത്രം തെളിഞ്ഞിരിക്കുന്നത്. ഞങ്ങൾ അന്വേഷിച്ച് നോക്കിയപ്പോൾ ഈ കെ-റീപ്പ് പദ്ധതി ആരാണ് നടപ്പിലാക്കുന്നത്, കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ ആരാണ് ഇതിൻ്റെ പിറകിൽ വർക്ക് ചെയ്യുന്നത്, അത് പഠിച്ചു നോക്കിയാൽ ഈ പദ്ധതി ഒരു ടെൻഡറുമില്ലാതെ നേരിട്ട് ഈ പദ്ധതി എടുത്തിരിക്കുന്നത് അസാപ്പാണ്. അസാപ്പ് അതിന് ഡയറക്ഷൻ കൊടുത്തു, ഒരു മീറ്റിംഗ് കൂടി സിൻഡിക്കേറ്റ് തീരുമാനപ്രകാരം കൊടുത്തു. മുകളിൽ നിന്നുള്ള ഡയറക്ഷനാണെന്നാണ് പറഞ്ഞത്. VC അറിയില്ല, ഒറ്റ മീറ്റിംഗ്, ആ മീറ്റിങ്ങിൽ ടെൻഡറില്ലാതെ കെ-റീപ്പ് പദ്ധതിക്ക് വേണ്ടിയുള്ള അനുമതി കൊടുത്തു. ആ കെ-റീപ്പ് പദ്ധതിയുടെ അടിസ്ഥാനത്തിൽ അസാപ്പ് പദ്ധതി എടുക്കുന്നു. ഈ അസാപ്പ് എങ്ങനെയാണിത് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത് എന്ന് FYUGP പ്രകാരം 4 വർഷ ഡിഗ്രിയുടെ പ്രോഗ്രാമുകളിൽ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ മാത്രം 15,000 കുട്ടികൾ, കേരളത്തിലെ എല്ലാ യൂണിവേഴ്സിറ്റിയിലും മാറ്റം വന്നു കഴിഞ്ഞു എന്ന് പറഞ്ഞ തുടക്കത്തിൻ്റെ ഭാഗമായി കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ ആരംഭിച്ച ഈ പദ്ധതി ഇത് കൃത്യമായി നേരിട്ട് അസാപ്പ് എടുത്തു എന്ന് ബോധ്യപ്പെടുത്തി പദ്ധതി പോകുന്നത് മഹാരാഷ്ട്ര പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയായ MKCL എന്ന പേരിലുള്ള ഒരു കമ്പനിയിലേക്ക് ഇത് നേരിട്ട് അവർക്ക് നൽകുകയാണ്. ഇത് ഇവർക്കിടയിൽ എന്താണ് എഗ്രിമെൻ്റ് എന്ന് നമുക്കറിയില്ല, ഇവരുടെ ഡീലെന്നറിയില്ല. എന്നാൽ എല്ലാ വിദ്യാർത്ഥികളും 100 രൂപ വെച്ച് അടച്ച് ആദ്യമായി ഒരു കുട്ടി രജിസ്റ്റർ ചെയ്യുന്നത് പോലെ ഓരോ വിദ്യാർത്ഥികളും രജിസ്റ്റർ ചെയ്ത് വേണം ഇതിലേക്ക് ആഡ് ചെയ്യാനെന്ന് പറയുന്നു. അപ്പോൾ നമ്മളൊക്കെ പരിശോധിച്ചത് എങ്ങനെയാണ് ഇവർ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പോകുന്നത്. 100 രൂപ കുട്ടികളിൽ നിന്ന് വാങ്ങുമ്പോൾ ആ വാങ്ങിയ തുകയ്ക്കനുസരിച്ച് ഇവർക്ക് എന്താണ് ലഭ്യമാവുന്നത് എന്ന പരിശോധന നമ്മൾ നടത്തി. അപ്പോൾ MKCLൻ്റെ കമ്പനിയുടെ ഓതൻസിറ്റി പരിശോധിച്ചു. ഇത് രണ്ടും നോക്കുമ്പോൾ കമ്പനി MKCL എന്ന് പറയുന്നത് ഇവരിവിടെ പറഞ്ഞത് മഹാരാഷ്ട്രയിലെ ഗവൺമെൻറ്റിൻ്റെ ഒരു കമ്പനിയാണ് എന്നാണ്. എന്നാൽ നിങ്ങൾക്ക് പരിശോധിച്ചാൽ മനസ്സിലാവും, മഹാരാഷ്ട്രയിലെ ഗവൺമെൻറ് നമ്മുടെ നാട്ടിലൊക്കെ വ്യത്യസ്ത പദ്ധതികൾക്ക് വേണ്ടി പ്രോജക്റ്റ് വെച്ചാൽ ഗവൺമെൻറ്റിന് താല്പര്യമുള്ള പ്രോജക്റ്റ് ആണെങ്കിൽ അതിൽ ഫണ്ടിങ് നടത്താറുണ്ട്. എന്നാൽ ആ രൂപത്തിലാണോ ചെയ്തതെന്ന് പരിശോധിച്ച് നോക്കിയപ്പോൾ 24% ഫണ്ടിങ് മാത്രം ഗവൺമെൻറ് നടത്തിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ 49% ഫണ്ടിങ് നടത്തിയിരിക്കുന്നതും അത് മാനേജ് ചെയ്യുന്നതും അതിൻ്റെ എല്ലാ ഡയറക്ഷനും ഇടപെടാനും കഴിയുന്ന എല്ലാ ബോഡിയും എല്ലാ കൗൺസിലും പൂർണ്ണമായ അളവിൽ ഓരോ നമ്മളൊക്കെ ഇവിടെ കാണുന്നത് പോലെയുള്ള സ്വകാര്യ യൂണിവേഴ്സിറ്റിയിലെ അവരുടെ ഫണ്ടിങ് ആയ ആളുകൾ, അവരുടെ ഓണർമാരായ ആളുകൾ, അവരാണ് ഇതിന് നേതൃപരമായ പങ്ക് വഹിക്കുന്നത്. ഈ കെ-റീപ്പ് പദ്ധതിയിൽ ലീഡർഷിപ്പ് കൊടുക്കാൻ വേണ്ടി ഏറ്റെടുത്ത MKCL കമ്പനിയുടെ ഓണർഷിപ്പ് മുഴുവൻ സ്വകാര്യ മാനേജ്മെൻറ്റ് കമ്പനികൾക്കാണ്, മാനേജ്മെൻറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ്. അവരാണിത് ഡയറക്റ്റ് ചെയ്യുന്നത്. അവരുടെ കമ്പനിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഈ കമ്പനി ഒരുപാട് അലിഗേഷൻസ് നേരിടുന്നുണ്ട്. പ്രധാനപ്പെട്ട ഒന്നാണ് ഈ കമ്പനി പ്രധാനമായി നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് കോഴ്സ് നടത്തിപ്പിലെ ക്രമക്കേടാണ്. നിങ്ങൾക്ക് അത് ഗൂഗിൾ ചെയ്താൽ കാണാം. കോഴ്സ് നടത്തിപ്പിൽ ക്രമക്കേട് കണ്ട കമ്പനി, ഫൈനാൻഷ്യൽ ട്രാൻസ്പെറൻസിയിൽ ഒരുപാട് ആരോപണമുണ്ടായൊരു കമ്പനി, ഒരു മോണോപ്പൊളിയായി വളർന്ന് ഇന്ത്യയിൽ മുഴുവൻ യൂണിവേഴ്സിറ്റിയിലും നമ്മുടെ കൈകളിലാക്കാം എന്ന് ഉദ്ദേശിച്ച് നടന്ന ഒരു വലിയ കോർപ്പറേറ്റ് മുതലാളിക്ക് ഇത് കൊണ്ടുപോയി കൊടുക്കുമ്പോൾ അതിൻ്റെ പിറകിലുള്ള താല്പര്യം, ഏറ്റവും പ്രധാനപ്പെട്ട അലിഗേഷനായ ഒന്ന് ഫേവറേറ്റിസമാണ്. ഒരുപാട് ട്രെയിനിങ് സെൻ്ററുകൾ, കോളേജുകൾ, യൂണിവേഴ്സിറ്റികൾ, അവിടെയൊക്കെയും ഈ കമ്പനി പോയി അവരുടെ താല്പര്യമനുസരണം ഫേവറേറ്റിസം കൊണ്ടുവന്നതിൻ്റെ ഭാഗമായി അവർ നടത്തിയ ഇടപെടലുകളാണ് ചോദ്യം ചെയ്യാൻ ഞങ്ങളെ പ്രാപ്തമാക്കിയത്. പ്രധാനപ്പെട്ട ഒരു പ്രശ്നം, ഈ കമ്പനി കേരളത്തിലേക്ക് വരുമ്പോൾ ഒരു ടെൻഡർ കൊണ്ടുവരണ്ടേ? ആരുടെ താല്പര്യത്തിനാണ് ഇത് കൊണ്ടുവന്നത്? ഇതെന്തിനാണ് കുട്ടികളിൽ നിന്ന് പണം പിരിക്കുന്നത്? ഞങ്ങൾ ഇതിൽ പൂർണ്ണമായി ഇത് മനസ്സിലാക്കിയത് ഇത് മുകളിൽ നിന്നും ഡയറക്റ്റ് ചെയ്ത ഒരു ഡീലാണ് എന്നാണ് പറഞ്ഞത്. ഉന്നത വിദ്യാഭ്യാസ മന്ത്രത്തിൽ മറുപടി പറയേണ്ടതുണ്ട്. കെ-റീപ്പ് എന്ന് പറയുന്ന ഈ പദ്ധതി വഴി ഉദ്ദേശിക്കുന്ന ലാഭം ആർക്കാണ് പോകുന്നത്, ആർക്കാണ് കിട്ടുന്നത് എന്ന് പരിശോധിക്കണം. യൂണിവേഴ്സിറ്റി കിട്ടുന്നുണ്ടോ പരിശോധിക്കണം. അങ്ങനെ പറയാൻ കാരണം യൂണിവേഴ്സിറ്റിയിലെ മെയിൽ ID, സാധാരണഗതിയിൽ നമ്മളൊക്കെ യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കൃത്യമായി മെയിൽ ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, നമ്മളുടെ ഈ മെയിൽ ID യിൽ ഗവൺമെൻറ്റിൻ്റെ ഒരു മെയിൽ ID ക്ക് ഉണ്ടാകുന്ന ഒരു
ഒരു വെബ്സൈറ്റിൽ സ്വാഭാവികമായി നമുക്ക് കാണാൻ സാധിക്കുന്നത് അത് ഗവൺമെൻറ്റിൻ്റെ വെബ്സൈറ്റ് ആകുമ്പോൾ AC.in എന്ന് നമുക്ക് കാണാം. എന്നാൽ പുതിയൊരു വെബ്സൈറ്റിന് സൗകര്യം കൊടുത്തിരിക്കുന്നു kannur.kerep.co.in എന്നാണ് ആ വെബ്സൈറ്റിൻ്റെ പേര്. ഒറ്റ കാഴ്ചയിൽ കുട്ടികൾക്ക് സംശയം തോന്നില്ല. വളരെ വിദഗ്ധമായി മുഴുവൻ ഡാറ്റകളും കൊണ്ടുപോയി. നമ്മളിപ്പോൾ ഈ ഡാറ്റ എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ലല്ലോ, എല്ലാവർക്കും അറിയാലോ. ഇപ്പം തന്നെ കേരളത്തിലെ ഇന്ത്യയിൽ മൊത്തം നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം കുട്ടികളുടെ ഡാറ്റകൾ വാങ്ങി ഓരോ വിദ്യാർത്ഥികളിൽ നിന്നും അവരുടെ ഡാറ്റകൾ ഉപയോഗിച്ച് ബാങ്ക് അക്കൗണ്ടുകൾ തുടങ്ങി കോടികൾ പല താല്പര്യക്കാരും കോടികൾ പല രാജ്യങ്ങളിലും കൊണ്ടുപോകുന്നെന്നാണ്. ഇത് ഒരു കമ്പനിയുമായി ബന്ധപ്പെട്ട ഒരു ഓതൻസിറ്റി ഇല്ലാത്തൊരു കമ്പനി. ആ കമ്പനി നേരിട്ട് നമ്മളുടെ ഓരോ ഫസ്റ്റ് ഇയർ വിദ്യാർത്ഥികളുടെയും ഈ ഡാറ്റകൾ കൊണ്ടുപോകുന്നു. ഇനി പണമടക്കുന്നത് അവർക്ക് ആർക്കാണ്? അതുമായി ബന്ധപ്പെട്ടുള്ള ഡീൽ എന്താണ്? തുടർന്നു പോകുന്ന കമ്പനിയാണോ? ഇനി അതുമായി ബന്ധപ്പെട്ടുള്ള പുതിയ ആപ്ലിക്കേഷൻ തരികയാണോ? ഇനി അല്ലെങ്കിൽ ഈ ആപ്ലിക്കേഷൻ തുടർന്ന് കൊണ്ടുപോകാനുള്ള സാധ്യതയുണ്ട്. അവർ ഈ ആപ്ലിക്കേഷൻ നമുക്ക് തരുമോ? ഇതൊന്നും വ്യക്തമല്ല. ഞങ്ങൾ അറിഞ്ഞെടുത്തോളം ഡാറ്റ എടുത്ത് പോവുക എന്നല്ലാത്ത മറ്റൊരു ഡീലും ഇതിലില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. യൂണിവേഴ്സിറ്റി സൈറ്റ് എന്ന് കരുതി കുട്ടികൾ ഇതിൽ കയറി രജിസ്റ്റർ ചെയ്യും, കൃത്യമായി ഡാറ്റകൾ കൊടുക്കും. എന്നാൽ MSF ആധികാരികമായി പറയുന്നു ഇനി ഒരു വിദ്യാർത്ഥിയും ഈ കമ്പനിക്ക് ഡാറ്റകൾ നൽകേണ്ടതില്ല. അത് ഞങ്ങളുടെ തീരുമാനമാണ്. ഒരു വിദ്യാർത്ഥിയും ഇനി അതിൽ പോയി നിൽക്കാൻ ഞങ്ങൾ തയ്യാറല്ല. യൂണിവേഴ്സിറ്റിക്ക് ചെയ്യാൻ കഴിയുമായിരുന്നു. ഇത് ഈ യൂണിവേഴ്സിറ്റിയുടെ മാത്രം പ്രശ്നമല്ല. ഇപ്പോൾ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ പൂർണ്ണാർത്ഥത്തിൽ ഇടത് സിൻഡിക്കേറ്റിന് കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ഒരു യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് ആദ്യം ഇംപ്ലിമെൻ്റ് ചെയ്തു. ഇനി മറ്റ് യൂണിവേഴ്സിറ്റിയിലേക്ക് ഇത് വരാൻ പോവുകയാണ്. KEREP എന്നത് തട്ടിപ്പാണ്. അത് താല്പര്യപൂർവ്വം ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും അവരുടെ ആളുകളും കൂടി നടത്തിക്കൊണ്ടു പോകുന്ന പുതിയ ഏർപ്പാടാണ്. ആ ഏർപ്പാട് കണ്ടിൽ നിന്നടിച്ചാൽ വലിയ ഒരു പ്രശ്നം കേരളം നേരിടേണ്ടി വരും. ഡാറ്റ ട്രാൻസ്ഫറുമായി കേരളത്തിലെ വിദ്യാർത്ഥികൾ പ്രതിസന്ധിയിലാവും എന്ന് ഓർമ്മപ്പെടുത്തുക.